ബിജെപിക്ക് RSSന്റെ സഹായം വേണ്ട കാലം കഴിഞ്ഞെന്ന നദ്ദയുടെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചർച്ചാ വിഷയമാവുകയാണ്. ബിജെപി കൂടുതൽ ശക്തി പ്രാപിച്ചെന്നും RSSന്റെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ഇന്ന് പാർട്ടിക്കുണ്ടെന്നുമാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ JP നദ്ദ പറഞ്ഞത്. പ്രധാനമായും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയാണ്. RSSനെ BJP നിരോധിച്ചേക്കുമോ എന്ന് താൻ ഭയപ്പെടുകയാണെന്നാണ് താക്കറെ ഈ വിഷയത്തിൽ പറഞ്ഞത്. മനു, ഇതിൽ ഇപ്പോൾ നദ്ദ പറഞ്ഞതിൽ നേരത്തെ BJPയും RSSും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. തെരഞ്ഞെടുപ്പിന്റെ ഈ സമയമായതുകൊണ്ട് ഇത് ചർച്ചയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സ്വാഭാവികമായും ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. ഈ RSS എന്ന രാഷ്ട്രീയ സ്വയംസേവക് സംഘം 1925 വിജയദശമി ദിവസം രൂപീകരിക്കുമ്പോൾ തന്നെ അതിനൊരു കൃത്യമായ മറ്റ് ഒരു എഴുതിത്തയ്യാറാക്കിയ ഭരണഘടന ഒന്നും ഉണ്ടായില്ലെങ്കിലും അതിനൊരു കൃത്യമായ നിലപാടുണ്ടായിരുന്നു. രാഷ്ട്രീയമായ ഒരു നീക്കം RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് അവരെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊന്നും അങ്ങനെ വലിയ പൊളിറ്റിക്കലായി ഒരു മൂവ്മെൻറ്റായി വരുന്നത് കാണാൻ കഴിയില്ല. ഒപ്പം തന്നെ ആർക്കെങ്കിലും അങ്ങനെ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ അവർ മറ്റ് സംഘടനകളിലേക്ക് ഭാഗമായി പ്രവർത്തിക്കുക എന്ന നിലപാടായിരുന്നു. അങ്ങനെയാണ് ഹെഡ്ഗവാറും ഒക്കെ കോൺഗ്രസിൻ്റെ ഭാഗമായി ചില സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഘട്ടം പിന്നെ മാറുകയാണ്. സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് ഒരു അതായത് ബ്രിട്ടൻ്റെ കീഴിൽ ഒരു ഭരണ സംവിധാനം എന്നൊക്കെയുള്ള സങ്കല്പം വരുന്നു. വൈകാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വരുമ്പോഴേക്കും ഇവിടെ രണ്ട് രാജ്യം എന്നുള്ള ഒരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ലീഗും ഒക്കെ മുന്നോട്ട് വെച്ച് തുടങ്ങിയ ഒരു ഘട്ടത്തിൽ അന്ന് ഈ സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ ഉയർന്നു വന്ന ഒരു വലിയ ആവശ്യം RSSനെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അവരെയും കോൺഗ്രസ് അവരിൽ നിന്ന് അകലം പാലിക്കണം, അവരുടെ കോൺഗ്രസ് പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതില്ല, അതുപോലെ ആ സംഘടനയുടെ ആളുകളെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയുള്ളൊരു ഇത് വരികയൊക്കെ ചെയ്തു. പിന്നീടാണ് ഈ ഗാന്ധി വധം നടക്കുന്നു. അതിനുശേഷം ചില നിബന്ധനകളോടുകൂടി RSSന്റെ നിരോധനം മാറ്റുന്നു. തുടർന്ന് ഇങ്ങനെ ഒരു സംഘടന രാഷ്ട്രീയപരമായി കൂടി വേണം എന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് വരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ളവർ നേതൃത്വം നൽകി ജനസംഘം വരുന്നു. പിന്നീടും ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം ലയിച്ച് ജനതാ പാർട്ടിയാകുന്നു. പിന്നീടും ജനതാ പാർട്ടിയിലും ഇത്തരം പ്രശ്നങ്ങൾ RSSനെ അംഗീകരിക്കാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് BJP എന്ന മറ്റൊരു പ്രസ്ഥാനത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും RSS മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിലപാട് അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലധികം ആകുക എന്ന വേണ്ട എന്നതായിരുന്നു. ഏതായാലും അങ്ങനെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന നിലയിൽ BJP ശക്തി പ്രാപിക്കുന്നു. BJPയിൽ പലപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ എല്ലാ ഘട്ടത്തിലും നിയന്ത്രിക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഒരു മുഴുവൻ സമയ ആദ്യം സ്വയം സേവകനായാണ്, മുഴുവൻ സമയ പ്രവർത്തകരെ. പ്രധാനമന്ത്രിമാർ രണ്ടുപേരും പ്രചാരകരായിരുന്നു. അത് മാത്രമല്ല മനു, ഇപ്പോ മന്ത്രിസഭയിലുള്ള 7 മന്ത്രിമാരോളം പ്രചാരകന്മാരായിരുന്നു. ഗവർണർമാരായിരിക്കുന്നവരിൽ പലരും ഏതാണ്ട് 4 പേരോളം പ്രചാരകന്മാരായിരുന്നു. അങ്ങനെ എല്ലാ രംഗത്തുമുള്ള ആളുകൾ RSSന്റെ പ്രചാരകരും അങ്ങനെയുള്ള സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുമാണ് എന്നിരിക്കെ ഇപ്പോൾ നദ്ദ പറഞ്ഞത് കൃത്യമായ കാഴ്ചപ്പാടുകൾ, പ്രവർത്തന രീതികൾ അതൊക്കെ ഉണ്ട് RSSനെ സംബന്ധിച്ച്. എങ്ങനെ ആണ് BJP എന്ന രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒക്കെ ഉണ്ട് എന്നിരിക്കെ നദ്ദ ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും പുതുമയുണ്ടോ? അല്ല, അത് സ്വാഭാവികമായി അതിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ എല്ലാ ഘട്ടത്തിലും RSSന് എല്ലാറ്റിൻ്റെയും മുകളിലൊരു അംബ്രല്ല നേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി പരിഷത്തായിക്കോട്ടെ, ഭാരതീയ ഏതാണ്ട് 40ഓളം സംഘടനകളുണ്ട് അങ്ങനെ വ്യത്യസ്ത നിലയിൽ പ്രവർത്തിക്കുന്ന. അവർക്കൊക്കെ ഫുൾ ടൈമറുകൾ വരുന്നതെല്ലാം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മുഴുവൻ സമയ പ്രവർത്തകരെ എല്ലാം നൽകുന്നത് പലപ്പോഴും RSS ആണ്. RSS സ്വയംസേവകരാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ BJPയിലായാലും സംഘടന മന്ത്രി എന്ന് പറഞ്ഞ് അവരുടെ സെക്രട്ടറി, ഓർഗനൈസേഷൻ സെക്രട്ടറി പലപ്പോഴും ഇപ്പോൾ ഇതിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ ആണ് എപ്പോഴും നിയമിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു ആശങ്ക പല ആളുകളിലും ഒരു ചർച്ചാ വിഷയം വരുന്നത്, നേരത്തെ RSSൻ്റെ ഒരു ഘടകം എന്ന നിലയിൽ BJP വരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഭാവം RSS തലവനേക്കാൾ മുകളിലേക്ക് പോയോ
എന്നൊക്കെയുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. അതിനുകൂടി പ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ മോഹൻ ഭാഗവതിനെ വെറുതെ ഇരുത്തിക്കൊണ്ട് എല്ലാം മോദി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു എന്ന് തുടങ്ങി ഉള്ള പല വിമർശനങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് BJPക്കും RSSനും ഇടയിലെ വലിയ പ്രശ്നമായി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ദേശീയ മാധ്യമത്തിന്റെ ഇന്റർവ്യൂവിലും ചോദിക്കുന്നത് വാജ്പേയിയുടെ കാലഘട്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോടാണ് നദ്ദ ഈ പ്രതികരണം നടത്തുന്നത്. അപ്പോൾ എന്താണ് ഇതിലെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ RSS പ്രചാരകനായിരുന്നു എങ്കിൽ പോലും പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാവരാലും മറ്റൊരു വ്യക്തിത്വമായിരുന്നു വാജ്പേയിയെ സംബന്ധിച്ചുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ RSSന്റെ കോർ ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമായി അത് ഇത്രയധികം ഭൂരിപക്ഷത്തിലുള്ള ഭരണവുമായിരുന്നില്ല. പലപ്പോഴും വാജ്പേയിക്ക് നിലപാടെടുക്കേണ്ടുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ഇതുപോലെ കോർ അജണ്ടയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ രാജ്യം കണ്ടിരുന്നില്ല ആ കാലഘട്ടത്തിൽ എന്നതൊരു വസ്തുതയാണ്. ഇവിടെ പക്ഷേ എന്താണോ RSS ലക്ഷ്യമിടുന്നത് അതൊക്കെ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ നടത്തുന്ന പ്രധാനമന്ത്രിയാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന്റെ പോലും ഒരു കാര്യവും ഉടലെടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്തായാലും അതൊരു വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഈ അതിൻ്റെ മാതൃസ് അല്ലെങ്കിൽ പാരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന RSS തന്നെയാണല്ലോ. അപ്പോൾ അതിനേക്കാൾ വളരുമോ പ്രധാനമന്ത്രി, അതിനേക്കാൾ മുകളിലാണോ പ്രധാനമന്ത്രി? ഇപ്പൊ ഉദ്ധവ് പറയുന്ന അതെ അങ്ങനെ ഒരു ചോദ്യം, അത് ഒരു തരത്തിൽ നേരത്തെ നമ്മൾ കെജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ BJPയിൽ ഉള്ളിൽ അതൊരു ആഭ്യന്തര പ്രശ്നമാണ് എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വിടാൻ പറ്റുമോ നദ്ദയുടെ വാക്കുകളെന്ന് ശ്രമിക്കുന്നതായിരിക്കാം അല്ലേ? സ്വാഭാവികമായും അതൊരു ചർച്ചാ വിഷയമാക്കി ഇത് എന്ന് വെച്ചാൽ ഇതിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും RSSന്റെ ഒരു ശക്തി എന്ന് വെച്ചാൽ അവർക്ക് വളരെ ഒരു കേഡർ സംവിധാനമാണല്ലോ. അപ്പോൾ പല തരത്തിലും ഇപ്പോൾ ഒരു പ്രചരണ ഘട്ടങ്ങളിലൊക്കെ അവർക്ക് പെട്ടെന്ന് ആളുകളെ മൊബിലൈസ് ചെയ്യാനും നീക്കാനും ഒക്കെ ഉത്തരേന്ത്യയിലും കേരളത്തിലും എല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഇനി അത്ര കണ്ട ആവശ്യമില്ല. BJPക്കും സമാനമായ കരുത്തായി കഴിഞ്ഞു എന്നായിരിക്കാം JP നദ്ദ ഉദ്ദേശിച്ചത്. ഏതായാലും അത് പക്ഷേ ഈ നിലവിലിപ്പോഴുള്ളൊരു നേരത്തെ രണ്ടുവിക്ക് ഓർമ്മയുണ്ടാവും, പ്രധാനമന്ത്രി ഒരു അമാനുഷികനായി വളരാൻ ശ്രമിക്കുന്നു എന്നൊരു ചർച്ച വന്നു. ഋഷിരാജ് അത് വന്നത് അന്ന് നരേന്ദ്രമോദി മുടി നീട്ടി വളർത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഭാരതത്തിൻ്റെ ഒരു ഋഷിരാജ് എന്ന തരത്തിലേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹം പലപ്പോഴും ഈ അമാനുഷികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു എന്നതൊക്കെയുള്ള ചില സംവാദങ്ങൾ വന്നു. ഇപ്പോൾ നമുക്ക് നൽകിയ അഭിമുഖത്തിലും തൻ്റെ 75-ാം വയസ്സിൽ തനിക്കിങ്ങനെ നടക്കാൻ കഴിയുന്നത് അത് അല്ലെങ്കിൽ സർവശക്തൻ തനിക്ക് എന്തോ തന്നിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു, തന്നെ ഒരു ഉപകരണമാക്കി മാറ്റി ജനങ്ങളുടെ ഒരു പ്രവർത്തനത്തിന് വിനിയോഗിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഏറ്റവും ഒടുവിൽ തന്റെ ദൈവം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭാരതീയ ജനസംഘ് രൂപീകരിക്കുന്ന കാലത്തും ഇവരുടെ ഫുൾ ടൈം പ്രചാരകരായ ഒരുപാട് പേരെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുണ്ട് RSSന്റെ സംഘടന. സ്വാഭാവികമായി അത് എല്ലാ ഘട്ടത്തിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉൾപ്പെടെ BJP നേടുന്ന നേട്ടത്തിന്റെ ഒരു വലിയ വിഭാഗം അവകാശം RSSനും അതിന്റെ പ്രവർത്തകർക്കും ഉള്ളതാണ് എന്ന് നിസ്സംശയം പറയാം. ഇവിടെ മോഹൻ ഭാഗവതിനോട് തന്നെ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം ഒരു ചോദ്യം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ സർവ്വസന്നാഹങ്ങളും BJP എന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളോട് അവർ മാത്രമേ ഞങ്ങളുടെ സഹായം തേടുന്നുള്ളൂ, മറ്റാരും ഇതുവരെ അത് അഭ്യർത്ഥിച്ചു പോലും വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ സമയം അത് പരിശോധിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാർത്ഥി പരിഷത്തിനും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭാരതീയ മസ്ദൂർ സംഘിനായാലും വനവാസി കല്യാണിനായാലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രചാരകർ ഒരുപാട് അങ്ങോട്ടും അതൊക്കെ ഒരു പ്രധാന വിഷയമാക്കി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഗോത്ര മേഖലയിലൊക്കെ RSS നടത്തിയ വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഉള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ OBC മോർച്ചയും അതുപോലെ ന്യൂനപക്ഷ മോർച്ചയും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അന്നത്തെ ആ ഒരു സഹായം ഇപ്പോൾ ആവശ്യമില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതായാലും അതിൽ തർക്കമുണ്ടോ എന്ന സംശയത്തിന് അതിനപ്പുറം മനു മറ്റൊരു രീതിയിൽ കൂടി നദ്ദയുടെ വാക്കുകളെ കാണുന്നുണ്ട്. കാരണം RSSുമായി അടുപ്പം ഉള്ള സംഘടന എന്നത് മറ്റൊരു തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കും BJPയെ സംബന്ധിച്ച്. അപ്പോൾ RSSുമായുള്ള അകലം ഇപ്പോൾ തോൽവി ഭയക്കുന്ന BJP മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് എന്ന് കൂടി നിരീക്ഷിക്കുന്നവരുണ്ട്. കാരണം ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന ഒരു ചർച്ച നടക്കുമ്പോൾ അതിൽ ഒരല്പം അകലം പാലിക്കുക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരെ എന്നതുകൂടി നദ്ദയുടെ വാക്കുകൾ ലക്ഷ്യമിടുന്നുണ്ടാകുമോ? അല്ല, സ്വാഭാവികമായും ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് കേരളത്തിലാണ്
ഈ ചർച്ച നടക്കുന്നത്. വളരെ പെരിഫറലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം BJPക്ക് ആദ്യഘട്ടത്തിലുണ്ടായ ആത്മവിശ്വാസം തകർന്നു. ഇപ്പോൾ അവർ 200 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നതുകൊണ്ട് BJPക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മ അവസാനിച്ചു. സത്യത്തിൽ അതിൻ്റെ റിവേഴ്സാണ് സംഭവിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റാളുകൾക്ക് വിയോജിക്കാം. കാരണം ആദ്യഘട്ടത്തിൽ ഒട്ടും ആത്മവിശ്വാസമില്ലാതെയാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നത് എന്നതാണ് അതിലെ ഒരു ഘടകമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലെത്തി നിൽക്കുമ്പോൾ കുറേ കൂടി ആത്മവിശ്വാസം ആർജിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിചാരിച്ചത്ര വലിയ പൊട്ടിത്തെറികളൊന്നും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവരിലൊരു വലിയ ആത്മവിശ്വാസം ഉള്ളത്. പക്ഷേ എവിടെയെങ്കിലും BJP തോൽവിയെ ഭയക്കുന്നു എന്ന ഒരു സംശയം എനിക്ക് തോന്നുന്നില്ല BJPയിൽ ആർക്കും ഉണ്ടെന്ന്. പക്ഷേ എല്ലായിടത്തും ജയിക്കുമ്പോഴും അതിന് മുകളിലേക്കൊരു ടാർഗറ്റ് വെച്ച് അത് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിനെ വളരെ ലാഘവത്തോടെ കാണാതെ അതൊരു RSS തന്ത്രം തന്നെയാണ്. അത് പ്രധാനമന്ത്രിക്ക് RSSൽ നിന്ന് കിട്ടിയ ഒരു രീതിയായിരിക്കാം. വിജയിക്കുമെന്ന് കൃത്യമായി ഉറപ്പുള്ള സ്ഥലത്ത് പോലും ആ കാര്യങ്ങളിൽ ഒരു വീഴ്ച വരുത്താതെ പ്രചരണമായാലും അതിൻ്റെ കാര്യപരിപാടികളായാലും സംഘടനാ സംവിധാനത്തെ മുഴുവൻ ഉണർത്താനും അതിന്റെ പൂർണ്ണശേഷിയിലേക്ക് കൊണ്ടുവരാനും നടത്തുന്നതാണോ ഈ ഒരു പരുങ്ങൽ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് എന്നതാണ് മനു സൂചിപ്പിക്കുന്നത്. ഇവിടെ ആത്മവിശ്വാസക്കുറവെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ കാണുന്നില്ല. തുടങ്ങിയവർക്ക് വർഗീയത പറയേണ്ടി വരുന്നു എന്നത് ആത്മവിശ്വാസക്കുറവായിട്ടാണല്ലോ കാണുന്നത്. ഒരു തന്ത്രമായിരിക്കും. ഇപ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രി തോൽക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ അവിടെയും പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട്. അവിടെയും നോക്കൂ, ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പരമാവധി വോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങൾ എന്ന് ആരായുന്നു. 5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം എന്ന ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിടെ ആ നിലയിൽ ശക്തി പ്രകടനം നടക്കുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നാണ്. എന്നെ മോദി മഹാരാഷ്ട്രയിൽ വന്ന് വിളിച്ചത് വ്യാജ ശിവസേന നേതാവ് എന്നാണ്. വ്യാജ ശിവസേനയെ അതെ നയിക്കുന്ന നേതാവ് എന്നാണ്. അപ്പോൾ RSSനെ ഇനി മോദി അങ്ങനെ തന്നെ പറയുമോ എന്ന സംശയമാണ്. അവരെ വേണമെങ്കിൽ നിരോധിച്ചേക്കും എന്ന സംശയം പോലും ഉദ്ധവ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിലൊക്കെ അപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു പ്രാദേശികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദേശീയ പെർസ്പെക്റ്റീവിൽ ഒരു നേതൃത്വമില്ല എന്നതാണ്. നേതാവിനൊന്നും ഇത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പക്ഷേ ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഉദ്ധവ് താക്കറെ ഈ RSS എങ്ങനെയാണോ BJPക്ക് അതിന്റെ ഒരു ഭാഗമായി ഈ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ നിലയിൽ അധികാരത്തിലെത്തിക്കുന്നതിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു. അന്ന് മുതൽ തന്നെ അവരെ ഉൾക്കൊള്ളുന്ന ശിവസേന എന്ന പാർട്ടിയെ മോദി തള്ളിക്കളഞ്ഞതിനുള്ള വികാരം കൂടിയാണ് പ്രകടിപ്പിച്ചത്. അല്ല, അത് ഈ BJPയെ പറ്റി അവരുടെ വിമർശകർ പറയുന്നത് അവര് ആരെങ്കിലുമായി സഖ്യം ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി ആ പാർട്ടി BJPയുടെ ഒരു ഘടകമായി മാറുന്ന ഒരു രീതിയുണ്ടെന്നാണ്. അതിപ്പോൾ ഈ ശിവസേനയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ ഇനി നമ്മളിപ്പോൾ ഈ ആത്മവിശ്വാസം കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെയും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എവിടെയാണ് നടക്കുന്നത്? മഹാരാഷ്ട്രയിലെ ധൂളെ മണ്ഡലത്തിലോ ദിൻഡോറിലോ അവിടെയൊക്കെ BJPയുടെ ശക്തി കോട്ടകളാണ്. ഉത്തർപ്രദേശിലെ ലക്നൗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു മണ്ഡലമാണല്ലോ. അവിടെ BJPയുടെ ശക്തി കോട്ടയാണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗ്, ബീഹാറിലെ മധുബനി, അതൊക്കെ എന്താ BJPയുടെ ശക്തി കേന്ദ്രം. ഇപ്പോൾ ബംഗാളിൽ ചില ശക്തി കേന്ദ്രം ഹൗറയോ സോറാംപൂരോ ഉലംബേരിയോ ഒക്കെ TMCയുടെ ശക്തി കേന്ദ്രങ്ങൾ ആയിരിക്കാം. എന്നാൽ ഇത് പൊതുവെ ഇപ്പോൾ മുംബൈയിലൊക്കെ BJPയുടെ ശക്തി കേന്ദ്രം ശിവസേന ഒക്കെ വരുമ്പോൾ അത് BJPക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.